ഗുഡ് ഈവനിങ്. നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ അവസാനം ചോദിക്കാം. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ പഠിച്ചു നിർത്തിയത് മനഃശാസ്ത്രത്തിൻ്റെ ചിന്താധാരകൾ അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിൻ്റെ വിഭാഗങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. അപ്പോൾ നമുക്ക് മനഃശാസ്ത്രത്തിൻ്റെ ചിന്താധാരകൾ ഇന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം 2 എണ്ണം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നമുക്കിന്ന് പുതിയ കുട്ടികളുള്ളത് കൊണ്ട് ഇന്ന് നമുക്ക് ഒന്നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മനഃശാസ്ത്രത്തിൻ്റെ വിഭാഗങ്ങളാണ് ചിന്താധാരകൾ എന്ന് പറയുമ്പോൾ നോക്കിക്കോ. ഒന്നാമത്തേത് ഘടനാവാദം. ഘടനാവാദം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. നോക്കിക്കോ, ഘടനാവാദം അല്ലെങ്കിൽ സ്ട്രക്ചറലിസം. ഘടനാവാദം അല്ലെങ്കിൽ സ്ട്രക്ചറലിസം. ഘടനാവാദം കൊണ്ടുവന്നത് ആരാണ്? വില്യം വൂണ്ടാണ് ഘടനാവാദം കൊണ്ടുവന്നത്. ഘടനാവാദത്തെ പറ്റി പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനഃശാസ്ത്രത്തിൽ ആദ്യമായിട്ടൊരു ചിന്താധാര എന്ന് പറയുന്ന ഒരു ഐഡിയ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് വില്യം വൂണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ചിന്താധാരയിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് എപ്പോഴും ഘടനാവാദം തന്നെയാണ്. ഘടനാവാദം അഥവാ സ്ട്രക്ചറലിസം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിൽ പഠിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അടുത്തത് ധർമ്മവാദം. ധർമ്മവാദം അഥവാ ഫങ്ഷണലിസം. അതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് വില്യം ജെയിംസ് ആണ്. വ്യവഹാരവാദം അഥവാ ബിഹേവിയറിസം. വ്യവഹാരവാദം അഥവാ ബിഹേവിയറിസം അത് JB വാട്സൺ ആണ് കൊണ്ടുവന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, വ്യവഹാരങ്ങളെ കുറിച്ചുള്ളതാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാണ്? JB വാട്സൺ ആണ്. അപ്പൊ ആ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതുപോലെ ഇവരുടെ പേരുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമുക്ക് ലാസ്റ്റ് ചോദിക്കാം. സമഗ്രതാവാദം അഥവാ ജസ്റ്റാൾട്ടിസം അല്ലെങ്കിൽ ഗസ്റ്റാൾട്ടിസം എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് മാക്സ് വെർത്തിമർ ആണ്. മാക്സ് വെർത്തിമറിന്റെ കൂടെ മറ്റ് കുറച്ച്, അതായത് സമഗ്രതാവാദത്തിൽ അതുമായി മുന്നോട്ട് പോകുന്ന കുറച്ച് മനഃശാസ്ത്രജ്ഞർ കൂടിയുണ്ട്. നമുക്കത് അടുത്ത സ്ലൈഡിൽ നോക്കാം. അടുത്തത് മാനവികതാവാദം അഥവാ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് അല്ലെങ്കിൽ ഹ്യൂമനിസം. അത് കൊണ്ടുവന്നത് അതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് എബ്രഹാം മാസ്ലോയാണ്. ആരാണ്? എബ്രഹാം മാസ്ലോയാണ് എന്താണ് മാനവികതാവാദത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. അടുത്തത് ജ്ഞാനനിർമ്മിതിവാദം അഥവാ കൊഗ്നിറ്റീവ് അപ്രോച്ച്. ജ്ഞാനനിർമ്മിതിവാദം അഥവാ കൊഗ്നിറ്റീവ് അപ്രോച്ച് അത് കൊണ്ടുവന്നത് ആരാണ്? അതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് നമ്മുടെ ജീൻ പിയാഷെ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും ജീൻ പിയാഷയെ പറ്റിയിട്ട്. അപ്പൊ ജീൻ പിയാഷെ ആണ് ജ്ഞാനനിർമ്മിതിവാദം അഥവാ കൊഗ്നിറ്റീവ് അപ്രോച്ച് കൊണ്ടുവന്നത്. ബ്രൂണർ ജ്ഞാനനിർമ്മിതിവാദവുമായി മുന്നോട്ട് പോയ മറ്റൊരു മനഃശാസ്ത്രജ്ഞനാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം ആരൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് പറയാം. ഘടനാവാദം കൊണ്ടുവന്നത് ആരാണ്? ഒന്ന് കൂടെ പറയാനൊന്ന് ശ്രമിച്ചു നോക്കി. ആരാണ് കൂടെ കൊണ്ടുവന്നത്? വില്യം വൂണ്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ആരാണ്? ധർമ്മവാദം ആരാണ്? വില്യം ജെയിംസ് ആണ്. പിന്നെ വ്യവഹാരവാദം ആരാണ്? JB വാട്സൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് സമഗ്രതാവാദം കൊണ്ടുവന്നിരിക്കുന്നത് ആരാണ്? മാക്സ് വെർത്തിമർ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്തത് മാനവികതാവാദം അഥവാ ഹ്യൂമനിസം കൊണ്ടുവന്നത് ആരാണ്? ഹ്യൂമനിസം എന്ന് പറഞ്ഞത് ഇതിനകത്ത് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്ന് കൊടുത്തേക്കുന്നതുകൊണ്ടാണ് ഞാൻ ഹ്യൂമനിസം എന്ന് പറഞ്ഞത്. അപ്പൊ അത് കൊണ്ടുവന്നത് ആരാണ്? അബ്രഹാം മാസ്ലോയാണ് കൊണ്ടുവന്നത്. ജ്ഞാനനിർമ്മിതിവാദത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് വെച്ചാൽ ആരെയാ പറയാ? ജീൻ പിയാഷെ. ഈ ഉപജ്ഞാതാവ്, അതായത് ഈ എല്ലാ ചിന്താധാരകൾക്കും, അതായത് വ്യവഹാരവാദം മുതൽ അല്ലെങ്കിൽ ധർമ്മവാദം മുതലുള്ള എല്ലാ വാദങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട് മറ്റു കുറച്ച് മനഃശാസ്ത്രജ്ഞർ കൂടി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ അവരും ഇത് ഫോളോ ചെയ്ത് പോയവരാണ്. പക്ഷെ ഇത് കണ്ടുപിടിച്ചത് ഫൗണ്ടർ അല്ലെങ്കിൽ ഇതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ വില്യം വൂണ്ട്, വില്യം ജെയിംസ് ഇങ്ങനെയുള്ള പേരുകൾ തന്നെയാണ്. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അതായത് നമ്മളൊരു പ്രോപ്പർട്ടി മേടിക്കാമെന്ന് വിചാരിക്കുക. ആ പ്രോപ്പർട്ടിക്ക് ഓണർ ഒരാൾ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഓണർമാരാണ് ഈ പറയുന്ന വില്യം വൂണ്ട്, വില്യം ജെയിംസ്, JB വാട്സൺ, മാക്സ് വെർത്തിമർ, എബ്രഹാം മാസ്ലോ, പിയാഷെയൊക്കെ. പക്ഷേ ഇതിൽ നമുക്ക് ആ പ്രോപ്പർട്ടി മേടിച്ചാൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും നമുക്ക് അത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ലേ? കൃഷി ചെയ്യാൻ പറ്റും, പല കാര്യങ്ങളും നമുക്ക് അവിടെ പോയി ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ കാൾ റോജേഴ്സ്, കോബ്സ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ, ബ്രൂണർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് അടുത്ത സ്ലൈഡിൽ നമുക്ക് അവരെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ ഞാനത് നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം. അടുത്തത് ഘടനാവാദം അഥവാ ഫങ്ഷണലിസം. സ്ട്രക്ചറലിസം. ഘടനാവാദം അഥവാ സ്ട്രക്ചറലിസം. അപ്പൊ നോക്കിയ ഘടനാവാദം എന്താണ്? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഓർത്ത് നോക്കി. എന്താണ്? ഒരു വസ്തുവിന്റെ ഘടനയാണ് അതിന്റെ ധർമ്മത്തെ നിർണയിക്കുന്നത്. അതായത് ഒരു വസ്തുവിന്റെ ഘടനയാണ് അതിന്റെ ധർമ്മത്തെ നിർണയിക്കുന്നു എന്ന് പറയുന്ന മനഃശാസ്ത്ര ചിന്താധാരയാണ് വില്യം
പറയുന്നതാണ് ഘടനാവാദം. അത് കൊണ്ടുവന്ന ആൾ അല്ലെങ്കിൽ അതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്ന ആളാണ് വില്യം വൂണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. ഒരു വസ്തുവിന്റെ ഘടനയാണ് അതിന്റെ ധർമ്മത്തെ നിർണ്ണയിക്കുന്നത്. ഒരു വസ്തുവിന്റെ ഘടനയാണ് അതിന്റെ ധർമ്മത്തെ നിർണ്ണയിക്കുന്നത് എന്ന് പറയുന്ന ചിന്താധാര. അപ്പൊ നമുക്കൊന്ന് ഓർത്തു നോക്കാം. അതെ, നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാർ മേടിക്കുന്നു. ആ കാറിന് ഒരു ടയർ ഇല്ല. അപ്പോൾ അത് അതിന്റെ ഫങ്ഷൻസ് കറക്റ്റ് ആവുമോ? ആ ഘടന കറക്റ്റ് ആവുമോ? ഘടന കറക്റ്റ് ആയാലല്ലേ നമുക്കത് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഒരു കാർ മേടിക്കുന്നു, അതിന്റെ ഒരു കാറിന്റെ ഒരു ടയറിന് എന്താണ്, ടയർ കേടായി പോയി എന്ന് വിചാരിക്കുക. അപ്പൊ ആ കാർ ഓടുവോ? ഇല്ല. അപ്പൊ അതിന്റെ ആ ഒരു ഘടനയും കൂടി വന്നാൽ മാത്രമേ ആ കാർ എന്ന് പറയുന്ന ഒരു സംഭവം പൂർണ്ണമാകത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അതിന്റെ ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂ. അതാണ് പറയുന്നത് ഒരു വസ്തുവിന്റെ ഘടനയ്ക്കാണ് പ്രാധാന്യം. അത് അങ്ങനെ വിശ്വസിച്ചിരുന്ന വാദമാണ് ഘടനാവാദം. ഘടനാവാദം കൊണ്ടുവന്നത് ആരാണ്? വില്യം വൂണ്ടാണ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ നമുക്ക് വില്യം വൂണ്ടിനെ പറ്റി പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, നമ്മുടെ മനഃശാസ്ത്ര ചിന്താധാരയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന വാദവും ഘടനാവാദമാണ്. അപ്പൊ ആദ്യത്തെ വാദം ഏത്, ആദ്യമായി വന്ന വാദം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഘടനാവാദം അഥവാ സ്ട്രക്ചറലിസം എന്നാണ്. അതുപോലെ തന്നെ അതുപോലെ തന്നെ ലോകത്തിൽ ആദ്യമായിട്ടൊരു പരീക്ഷണം, അതായത് മനഃശാസ്ത്രത്തിന് വേണ്ടിയിട്ടൊരു ലബോറട്ടറി കൊണ്ടുവന്നു. അതായത് ഒരു മനഃശാസ്ത്രത്തിന് വേണ്ടിയിട്ടൊരു പരീക്ഷണശാല സ്ഥാപിച്ചു. മനഃശാസ്ത്രത്തിന് വേണ്ടിയിട്ടൊരു പരീക്ഷണശാല സ്ഥാപിച്ചു. ആരാണ് പരീക്ഷണശാല സ്ഥാപിച്ചത്? വില്യം വൂണ്ടാണ് സ്ഥാപിച്ചത്. എവിടെയാണ് സ്ഥാപിച്ചത്? ഇദ്ദേഹം ഒരു ജർമ്മനിക്കാരനാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജർമ്മനിയിലാണ് ഇദ്ദേഹം സ്ഥാപിച്ചത്. ഇദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ മൊത്തം ഇദ്ദേഹം സൈക്കോളജിയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നത് കൂടുതലും ജർമ്മനിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജർമ്മനിയിലാണ് ഇദ്ദേഹം നമ്മുടെ പരീക്ഷണശാല മനഃശാസ്ത്രത്തിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചത്. ജർമ്മനിയിൽ എവിടെയെന്ന് ചോദിച്ചാൽ പറയണം ലിപ്സിംഗിലാണ് സ്ഥാപിച്ചത്. എന്നാന്ന് ചോദിച്ചാൽ പറയണം 1879. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 1879 ലിപ്സിംഗിലെ ജർമ്മനിയിലാണ് അദ്ദേഹം ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ എന്തെന്ന് പറയുന്നത്, അതുകൊണ്ട് മാത്രമല്ല, ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു ചിന്താധാര നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെല്ലാം കൊണ്ട് തന്നെ ഇദ്ദേഹത്തെ പറയുന്നത് എന്താണ്? പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവെന്ന് പറയുന്നു. ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജി. അപ്പൊ എന്തെന്ന് പറയുന്നു? പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ വില്യം വൂണ്ടാണ്. അതുപോലെ തന്നെ മനഃശാസ്ത്രത്തിന്റെ പിതാവ്, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ടുണ്ട്. മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? വില്യം വൂണ്ടാണ് മനഃശാസ്ത്രത്തിന്റെ പിതാവ്. ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി അല്ലെങ്കിൽ ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. ഇതാണ് ശരിക്കുമുള്ള കാര്യങ്ങൾ. പക്ഷെ നമ്മുടെ PSC അല്ലെങ്കിൽ ചിലപ്പോൾ പരീക്ഷാ ഭവന്റെ ആൻസർ, PSC ആൻസർ കീ അനുസരിച്ച് കറക്റ്റ് ആയിട്ട് മനഃശാസ്ത്രത്തിന്റെ പിതാവാണെന്ന് ചോദിച്ചാൽ സിഗ്മണ്ട് ഫ്രോയിഡിനെയാണ് പറയുന്നത്. പരീക്ഷ മനഃശാസ്ത്രത്തിന്റെ പിതാവ് വില്യം വൂണ്ടാണ്. അപ്പൊ നിങ്ങൾ ഇത് 3 കാര്യങ്ങളും കൃത്യമായി പഠിച്ചു വെക്കുക. കീക്ക് അനുസരിച്ചിട്ട് നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. ഒരു വസ്തുവിന്റെ ഘടനയാണ് അതിന്റെ ധർമ്മത്തെ നിർണ്ണയിക്കുന്നത്. ഒരു വസ്തുവിന്റെ ഘടനയാണ് അതിന്റെ ധർമ്മത്തെ നിർണ്ണയിക്കുന്നത് പറയുന്ന ചിന്താധാരയാണ് ഘടനാവാദം. അതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് വില്യം വൂണ്ടാണ്. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇത് ജർമ്മനിയിൽ രൂപം കൊണ്ടെങ്കിലും ഇത് വളർന്നത് മൊത്തം എവിടെയാണ്? അമേരിക്കയിലാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ എന്തുവാണ്? ജർമ്മനിയിൽ രൂപം കൊള്ളുകയും ഇത് വളർന്നത് ഫുൾ എവിടെയാണ്? അമേരിക്കയിലുമാണ്. അങ്ങനെ ഒരു ചിന്താധാരയാണ് നമ്മുടെ ഘടനാവാദം എന്ന് പറയുന്നത്. അപ്പോ ഇതെല്ലാം ഓക്കെ ആണെന്ന് തോന്നുന്നു. ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോട്ടെ. അപ്പോൾ അടുത്തത് ധർമ്മവാദം. ധർമ്മവാദം എന്ന് പറയുമ്പോൾ എന്താണ് ധർമ്മവാദം? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. അതായത് പരിസരവുമായി ഇണങ്ങിപ്പോവാൻ ജീവിയെ സഹായിക്കുന്നത് മനസ്സിന്റെ ധർമ്മമാണ് എന്ന് വിശ്വസിക്കുന്ന മനഃശാസ്ത്ര ചിന്താധാരയാണ് ധർമ്മവാദം എന്ന് പറയുന്നത്. പരിസരവുമായി ഇണങ്ങിപ്പോവാൻ ഒരു ജീവിയെ സഹായിക്കുന്നത് അതിന്റെ മനസ്സാണ് എന്ന് പറയുന്നതാണ് ധർമ്മവാദം. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ സ്കൂളിൽ നമ്മളെല്ലാവരും ടീച്ചേഴ്സാണ്, നമുക്ക് അറിയാൻ പറ്റും. അതായത് സ്കൂളിൽ ഒരു പുതുതായിട്ടൊരു കുട്ടി വേറൊരു സ്കൂളിൽ നിന്ന് വരികയാണ്. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? ആ കുട്ടിക്ക് ആ ക്ലാസ്സിലെ മറ്റു കുട്ടികളുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നു. അപ്പൊ പക്ഷെ അത് ഇണങ്ങി ചേർന്നത് പോവുകയും ചെയ്യും. പക്ഷെ അതിനൊരു കുറച്ച് ടൈം എടുത്തത് ശരിയാവുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ആ കുട്ടിക്ക് അതായത് ശരിയായി വരാൻ നമുക്കറിയാം, കുറച്ച് ടൈം എടുക്കുന്നത് നമുക്കറിയാം. അപ്പൊ ആ പറയുന്നത് പോലെ തന്നെയാണ്, അതായത് മനസ്സാണ് ഒരു ജീവിയെ
പരിസരവുമായി ഇണങ്ങി പോകാൻ സഹായിക്കുന്നത് മനസ്സിന്റെ ധർമ്മമാണെന്നാണ് പറയുന്നത്. ആ കുട്ടി എന്താണ് കുറച്ച് ടൈം എടുത്താൽ പോലും ആ കുട്ടി കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ആ ക്ലാസ്സിൽ മറ്റു കുട്ടികളുമായിട്ട് ഇറങ്ങി പോകുന്നു. ആ കുട്ടിക്ക് ചിലപ്പോൾ ആദ്യം പഠിച്ച സ്കൂളിൽ ഇതിനെക്കാട്ടി ഭയങ്കരമായിട്ട് കമ്പനിയുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും. പക്ഷെ അവൻ ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ഇവിടുത്തെ കുട്ടികളായിരിക്കും കുറച്ചും കൂടി ഇഷ്ടമാവുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ പറയുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ ആ മനസ്സിന്റെ ധർമ്മം, അതായത് പരിസരവുമായി ഇണങ്ങിപ്പോവാനുള്ള ആ ഒരു മനസ്സിന്റെ ധർമ്മമാണ് അതിന് ആ കുട്ടിയെ അനുവദിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ധർമ്മവാദം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ധർമ്മവാദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ പറയണം വില്യം ജെയിംസ്. ആരാണ് അതിന്റെ ഉപജ്ഞാതാവ്? ആരെന്ന് വെച്ചാൽ പറയണം വില്യം ജെയിംസ്. ആരാണ്? വില്യം ജെയിംസ് ആണ് ധർമ്മവാദത്തിന്റെ ഉപജ്ഞാതാവ്. അപ്പൊ ഞാൻ വീണ്ടും ഒരു ചോദ്യം കൂടി ചോദിക്കാം. ഘടനാവാദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? വില്യം വൂണ്ട്. ഘടനാവാദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? വില്യം വൂണ്ട്. അപ്പൊ നമ്മൾ 2 വാദങ്ങൾ പഠിച്ചു. അപ്പൊ രണ്ടാമത്തെ വാദം ഏതാണ്? ധർമ്മവാദം അഥവാ ഫങ്ഷണലിസം. അതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ആരാണ്? വില്യം ജെയിംസ്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ 2 പേരുകൾ കൂടി കൊടുത്തിട്ടുണ്ടല്ലേ, ജോൺ ഡൂയിയും ഹാർവിക് കാൾ. ഇവരാരാണ്? ഈ ചിന്താധാരയിൽപ്പെട്ട മറ്റ് മനഃശാസ്ത്രജ്ഞരാണ്. അതായത് ഇവരും ധർമ്മവാദവുമായി ബന്ധപ്പെട്ട പരീക്ഷണ കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. അതുകൊണ്ട് ഇവർ വിശ്വസിച്ചിരുന്ന വാദം ധർമ്മവാദമാണ്. അങ്ങനെയുള്ള മറ്റു 2 പേരാണ് ജോൺ ഡൂയിയും ഹാർവിക് കാളും. ആരൊക്കെയാണ്? ജോൺ ഡൂയിയും ഹാർവിക് കാളും. അപ്പൊ ധർമ്മവാദം ഓർക്കുമ്പോൾ നമ്മൾ ആരെയൊക്കെ പേര് ഓർക്കണം? 3 പേരുകൾ ഓർക്കണം. ഒന്ന് വില്യം ജെയിംസ്, ജോൺ ഡൂയി, ഹാർവിക് കാൾ. പക്ഷേ ഇവര് 2 പേരും ഇതിന്റെ അതായത് മനഃശാസ്ത്ര ചിന്താധാരയെ വിശ്വസിച്ചിരുന്ന മറ്റ് 2 ശാസ്ത്രജ്ഞരാണ്. ഇതിന്റെ ഓണർ അല്ലെങ്കിൽ ഇതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്ന ആൾ ആരാണ്? വില്യം ജെയിംസ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വില്യം ജെയിംസിന്റെ ഒരു ചോദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ? വില്യം ജെയിംസും വില്യം വൂണ്ടും കൂടി മനഃശാസ്ത്രത്തിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ടെന്ന് പഠിച്ചു. അതെന്താണെന്ന് ഓർമ്മിച്ചിട്ട് കിട്ടുന്നുണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമെന്ന് ചോദിക്കുന്നത് ലൈവ് ക്ലാസ് അല്ല, എങ്കിലും ഞാൻ ചോദിക്കുന്നത് ഒന്ന് പറഞ്ഞു നോക്കിയേ. ഞാൻ പറയട്ടെ എങ്കിലൊന്ന്. അതായത് ബോധമണ്ഡലത്തെ കുറിച്ചുള്ളതാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞതാണ് വില്യം വൂണ്ട് വില്യം ജെയിംസും. പക്ഷേ ഇവര് മനഃശാസ്ത്രത്തിന് ഒരുമിച്ച് ഡെഫിനിഷൻ കൊടുത്തെങ്കിലും ഇവർ 2 പേരും വിശ്വസിച്ചിരുന്നത് 2 ചിന്താധാരകളിലായിട്ടാണ്. ഘടനാവാദത്തെ പറ്റി പറഞ്ഞത് വില്യം വൂണ്ടും അതുപോലെ തന്നെ ധർമ്മവാദത്തെ പറ്റി പറഞ്ഞത് വില്യം ജെയിംസുമാണ്. മറക്കരുത്, ധർമ്മവാദം വില്യം ജെയിംസ്, ഘടനാവാദം വില്യം വൂണ്ടുമാണ്. അതുപോലെ തന്നെ ധർമ്മവാദത്തെ വിശ്വസിച്ചിരുന്ന മറ്റ് 2 മനഃശാസ്ത്രജ്ഞന്മാരാണ് ജോൺ ഡൂയിയും ഹാർവിക് കാളും. ആരൊക്കെയാണ്? ജോൺ ഡൂയിയും ഹാർവിക് കാളുമാണ് മറ്റ് 2 മനഃശാസ്ത്രജ്ഞർ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഞാൻ അടുത്ത സ്ലൈഡ് എടുക്കുവാണേ. അപ്പൊ നോക്കിക്കോളൂ, നമ്മൾ ആദ്യമേ പറഞ്ഞു വ്യവഹാരവാദം. വ്യവഹാരവാദം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വ്യവഹാരവാദം അല്ലെങ്കിൽ ബിഹേവിയറിസം. വ്യവഹാരവാദം അല്ലെങ്കിൽ ബിഹേവിയറിസം. വ്യവഹാരവാദം അല്ലെങ്കിൽ ബിഹേവിയറിസം. അതിന്റെ ഉപജ്ഞാതാവ് ആരാണ്? വ്യവഹാരവാദം അല്ലെങ്കിൽ ബിഹേവിയറിസത്തിൻ്റെത് ജെ.ബി. വാട്സൺ. ആരാണ്? ജെ.ബി. വാട്സൺ ആണ് ബിഹേവിയറിസം അല്ലെങ്കിൽ വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ്. വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് വെച്ചാൽ പേരാരുടെ പറയണം? ജെ.ബി. വാട്സൺ. അപ്പോ മനഃശാസ്ത്രത്തിന് എന്താണ് അദ്ദേഹം ഡെഫിനിഷൻ കൊടുത്തത്? വ്യവഹാരങ്ങളെ പറ്റിയിട്ടുള്ള ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ജെ.ബി. വാട്സൺ ആണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു വ്യവഹാരവാദിയാണ് അല്ലെ? വ്യവഹാരങ്ങളെ പറ്റിയിട്ടുള്ള ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു വ്യവഹാരവാദി ആയിരിക്കണമല്ലോ. അതുപോലെ തന്നെ അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് ഇതിന്റെ ഉപജ്ഞാതാവ്. ജെ.ബി. വാട്സൺ ആണ് ബിഹേവിയറിസം അഥവാ വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ്. പക്ഷേ ഇതിൽ വിശ്വസിച്ചിരുന്ന മറ്റ് മനഃശാസ്ത്രജ്ഞന്മാർ കൂടിയുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് മനഃശാസ്ത്രജ്ഞന്മാരെ പറ്റിയിട്ടുള്ള പേരുകൾ പറയുന്നുണ്ട്. ബുദ്ധിമുട്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ കാണില്ലായിരിക്കും. എങ്കിലും പേരുകളൊക്കെ കറക്റ്റായിട്ട് എഴുതി വെച്ച് എന്തെങ്കിലും കോഡൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റ് വക്താക്കൾ അല്ലെങ്കിൽ മറ്റ് മനഃശാസ്ത്രജ്ഞർ എന്ന് പറയുന്നത് പാവ്ലോവ്, വാട്സനെ പറയണ്ട, നമുക്ക് ജെ.ബി. വാട്സൺ പറഞ്ഞല്ലോ, സോറി. പാവ്ലോവ്, തോണ്ടായ്ക്ക്, സ്കിന്നർ ആൻഡ് ഹള്ള്. പാവ്ലോവ്, തോണ്ടായ്ക്ക്, സ്കിന്നർ, ഹള്ള്. പാവ്ലോവ്, തോണ്ടായ്ക്ക്, സ്കിന്നർ, ഹള്ള്. എന്റെ കൂടെ ഒന്ന് പറയാമോ? പാവ്ലോവ്, തോണ്ടായ്ക്ക്, സ്കിന്നർ, ഹള്ള്. ഇതിന് ഞാനൊരു കോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വലിയ രസമുള്ളൊരു കോഡൊന്നുമല്ല. ഞാൻ ആ കോഡ് ഞാനൊന്ന് പറയാം, വേണമെന്നുണ്ടെങ്കിൽ അത് എഴുതിയെടുത്തോളൂ കേട്ടോ. അപ്പൊ എന്തുവാണ്? പാവയുടെ
പാവയുടെ തൊണ്ടയിലെ സ്കിന്നിൽ മുള്ളുകൊണ്ടു എന്നാണ് ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നത്. അതായത് ഞാൻ പഠിച്ച സമയത്ത് ഉണ്ടാക്കിയൊരു കോഡാണ്. അപ്പോൾ അതല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മുള്ളു മാറി നമുക്ക് ഹള്ളായിക്കോളും. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, പാവയുടെ തൊണ്ടയിലെ സ്കിന്നില് ഹള്ളു കൊണ്ടു എന്ന് പഠിച്ചു വെക്കുക. അപ്പൊ കിട്ടും. അപ്പൊ എന്താണ്, പക്ഷേ വ്യവഹാരവാദം ഒന്ന് ഓർത്തിരിക്കണം. അപ്പൊ എന്തുവാണ് പാവയുടെ തൊണ്ട എന്ന് പറയുമ്പോൾ പാവ്ലോവ്, തോണ്ടായിക്ക് സ്കിന്നർ, മുള്ളു കൊണ്ടു എന്ന് പറയുമ്പോൾ എന്താണ്, അതിനെ നമ്മൾ ഹള്ളെന്നെടുക്കുക. അപ്പൊ അങ്ങനെയാണ് അത് ഓർത്ത് വെക്കുക. അപ്പൊ പാവയുടെ തൊണ്ടയിലെ സ്കിന്നിൽ ഹള്ളു കൊണ്ടു, പാവയുടെ തൊണ്ടയിലെ സ്കിന്നിൽ ഹള്ളു കൊണ്ടു. ഇതിന് മാത്രമേ കോഡുള്ളൂ, മറ്റൊന്നും കോഡൊന്നും ഇല്ല കേട്ടോ. അപ്പൊ എന്തുവാണ്, അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റ് ഈ ചിന്താധാരയുമായി വിശ്വസിച്ചിരുന്ന മറ്റ് മനഃശാസ്ത്രജ്ഞർ എന്ന് പറയുന്നത് പാവ്ലോവ്, തോണ്ടായിക്ക്, സ്കിന്നറും ഹള്ളും. പാവ്ലോവ്, തോണ്ടായിക്ക്, സ്കിന്നർ, ഹള്ള്. അപ്പൊ നമുക്ക് എന്താണ് വ്യവഹാരവാദം എന്ന് നമുക്ക് നോക്കാം. സങ്കീർണമായ വ്യവഹാരങ്ങളെല്ലാം തന്നെ ചോദക പ്രതികരണ ബന്ധത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രസ്താവിക്കുന്നു. സങ്കീർണമായിട്ടുള്ള വ്യവഹാരങ്ങളെല്ലാം തന്നെ ചോദക പ്രതികരണ ബന്ധത്തിൽ അധിഷ്ഠിതമാണെന്ന് പറയുന്ന വാദമാണ് വ്യവഹാരവാദം. ചോദക പ്രതികരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ചോദക പ്രതികരണം എന്ന് കേട്ടാൽ ചിലപ്പോൾ അറിയില്ലായിരിക്കും. സ്റ്റിമുലസ്, റെസ്പോൺസ്. ചോദകങ്ങൾ എന്ന് പറഞ്ഞാൽ സ്റ്റിമുലസും പ്രതികരണങ്ങൾ എന്ന് പറഞ്ഞാൽ റെസ്പോൺസുമാണ്. അപ്പോൾ എന്താണ്, സങ്കീർണമായ വ്യവഹാരങ്ങളെല്ലാം തന്നെ ചോദക പ്രതികരണ ബന്ധത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രസ്താവിക്കുന്നു. ഇതാണ് വ്യവഹാരവാദത്തിൽ ആര് പറയുന്നത്? JB വാട്സൺ പറയുന്നത്. അതുപോലെ തന്നെ പറയുന്ന അടുത്ത പോയിന്റ് എന്താണ്? പഠനം എന്നത് ചോദക പ്രതികരണങ്ങൾ തമ്മിലുള്ള അനുബന്ധനമാണെന്ന് വാദിക്കുന്നു. അത് നമുക്ക് അറിയാൻ പറ്റില്ലേ? അതായത് പഠനം എന്നത് ചോദക പ്രതികരണങ്ങൾ തമ്മിലുള്ള അനുബന്ധനം എന്ന് പറഞ്ഞാൽ കണ്ടീഷനിങ് ആണ്. അത് ഞാൻ പറഞ്ഞു തരാവേ. ഏതൊരു ജീവിയുടെയും പെരുമാറ്റവും മാനസിക പ്രവർത്തനങ്ങളും ചില ചോദകങ്ങളോടുള്ള പ്രതികരണങ്ങളാണ് എന്ന് വാദിക്കുന്ന പഠന സമീപനമാണ് വ്യവഹാരവാദം. അപ്പൊ ഒന്നുകൂടെ നോക്കിക്കോ, ഏതൊരു ജീവിയുടെയും പെരുമാറ്റവും മാനസിക പ്രവർത്തനങ്ങളും ചില ചോദകങ്ങളോടുള്ള പ്രതികരണങ്ങളാണ് എന്ന് വാദിക്കുന്ന പഠന സമീപനമാണ് വ്യവഹാരവാദം എന്ന് പറയുന്നത്. വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവാണ് JB വാട്സൺ. ഞാൻ ഈ പേര് കുറെ പറയുന്നത് എന്താന്ന് വെച്ചാൽ പേരുകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കിക്കോ, എന്താണ് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അതായത് പഠനം എന്നത് ചോദക പ്രതികരണങ്ങൾ തമ്മിലുള്ള അനുബന്ധനമാണെന്ന് വാദിക്കുന്നു. ഇപ്പോ ഞാൻ പറഞ്ഞു തരാം. അതായത് നമുക്ക് കണ്ടീഷൻ ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കിക്കോളൂ. ഇപ്പൊ നമ്മളൊരു കുട്ടിയെ 1ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ആക്കുന്നു. അപ്പൊ കുട്ടിക്ക് അറിയില്ല 3:30 ആകുമ്പോൾ ഒരു 3:25 ആകുമ്പോൾ ഫസ്റ്റ് ബെൽ അടിക്കുന്നു, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നാഷണൽ ആന്തം ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ബെൽ അടിക്കുമ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡിയായി അറ്റൻഷൻ ആയിട്ട് നിൽക്കണമെന്ന് കുട്ടിക്ക് അറിയില്ല. ആദ്യ ദിവസം ചെല്ലുമ്പോൾ അത് കഴിഞ്ഞിട്ട് നാഷണൽ ആന്തം ഉണ്ടെന്നും കുട്ടിക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളത് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പൊ അതായത് ബെല്ലടിക്കുന്നു, കുട്ടി എന്ത് ചെയ്യണം? ആദ്യത്തെ ബെല്ലിന് എന്ത് ചെയ്യണം? കുട്ടി ബാഗെല്ലാം പാക്ക് ചെയ്ത് അറ്റൻഷനായിട്ട് നിൽക്കണം. അതാണ് കുട്ടി ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം 1-2 അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയൊക്കെ എടുക്കുമായിരിക്കും. ചിലപ്പോൾ കുട്ടി അതൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് അത്രയും ടൈമൊന്നും എടുക്കത്തില്ല. ഒരു 1 വീക്കിനുള്ളിൽ തന്നെ കുട്ടി ഇത് ക്യാച്ച് ചെയ്ത് റെഡിയായി വന്നോളും. അപ്പൊ എന്താണ്? അപ്പൊ നമ്മളിത് പറഞ്ഞു കൊടുക്കുന്നു അല്ലേ? അപ്പോൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഒരു 1 വീക്ക് കഴിയുമ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നു? ബെല്ലടിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? താനെ എണീക്കുന്നു, ബാഗ് എടുക്കുന്നു, ബുക്ക് പറക്കി വെക്കുന്നു, അറ്റൻഷനിൽ നിൽക്കുന്നു. പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് നാഷണൽ ആന്തം കഴിയണം, പിന്നെ അങ്ങ് എന്ത് ചെയ്യണം? പിടി പോണം. അപ്പൊ എന്താണ്? ഈ ബെല്ല് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ടീഷൻ ചെയ്തെടുത്തിട്ടുള്ള റെസ്പോൺസുകളാണല്ലേ ബാക്കിയെല്ലാം. അപ്പോൾ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതാണ് പറയുന്നത്. അതായത് ബെല്ലടിക്കുന്നു, കുട്ടി ബാഗിൽ ബുക്ക് പറക്കി വെക്കുന്നു, അറ്റൻഷനായിട്ട് നിൽക്കുന്നു, അടുത്ത ബെല്ലിന് നാഷണൽ ആന്തം, അടുത്ത ബെല്ലിന് സ്കൂൾ വിടുന്നു. ഇത് കുട്ടി എന്ത് ചെയ്യുന്നു? ഇത് കുട്ടി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കുട്ടിയെ കണ്ടീഷൻ ചെയ്ത് വെച്ചേക്കണം. അപ്പൊ ആദ്യത്തെ ബെല്ലിന് തന്നെ കുട്ടിയുടെ റെസ്പോൺസുകൾ, അതായത് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങളെല്ലാം, അതായത് പറഞ്ഞു കൊടുത്ത് വെച്ചേക്കുന്ന കാര്യങ്ങളെല്ലാം കുട്ടി കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഇതിന് ഈ എക്സാമ്പിൾ ഞാൻ പറയുന്നതാണ്. ഇതല്ലാതെ നമുക്ക് ഇത് എന്താണ് ഇതിന്റെ സിദ്ധാന്തം ഫുള്ളായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ആ സിദ്ധാന്തത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ അങ്ങനെ, അതായത് അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അതായത് പഠനം എന്നത്
ചോദക പ്രതികരണങ്ങൾ തമ്മിലുള്ള അനുബന്ധനമാണെന്ന് വാദിക്കുന്ന സിദ്ധാന്തം. അത് തീർച്ചയായിട്ടും അങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ. അതായത് പഠനം, നമ്മൾ ഒരു സംഭവം കൊടുക്കുമ്പോൾ മാത്രമാണല്ലോ അതിനുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടുന്നത്, അല്ലേ? അതായത് നമുക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താണ് പഠനം എന്നത് ചോദക പ്രതികരണങ്ങൾ തമ്മിലുള്ള അനുബന്ധനമാണ്. പഠനം എന്നത് എന്താണ്? ചോദക പ്രതികരണങ്ങൾ തമ്മിലുള്ള അനുബന്ധനമാണെന്ന് പറയുന്നതാണ് വ്യവഹാരവാദം പറയുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ ജെ.ബി. വാട്സൺ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കിക്കോ, സങ്കീർണമായ വ്യവഹാരങ്ങളെല്ലാം തന്നെ ചോദക പ്രതികരണ ബന്ധത്തിൽ അധിഷ്ഠിതമാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം. ഇപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്? ഏതൊരു ജീവിയുടെയും പെരുമാറ്റവും മാനസിക പ്രവർത്തനങ്ങളും ചില ചോദകങ്ങളോടുള്ള പ്രതികരണങ്ങളാണെന്ന് വാദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഒരു ഇൻസിഡന്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. അതായത് നമ്മൾ കുട്ടിയായിരുന്നപ്പോ, അതായത് ഇപ്പോഴുണ്ടാവും എനിക്ക് അറിയില്ല, കുട്ടി അല്ലെങ്കിൽ നമ്മുടെ കുട്ടി സ്കൂൾ വിട്ട് വരുന്നു. ഇതെല്ലാം സ്കൂളുമായി റിലേറ്റ് ചെയ്ത് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെല്ലാം ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ സ്കൂൾ വിട്ട് കുട്ടി വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ കുട്ടി രാവിലെ എന്തെങ്കിലും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് പോകാനായിരിക്കും അമ്മയോട് പറയുന്നത്. പക്ഷെ അമ്മ അത് ഉണ്ടാക്കുന്നില്ല. കുട്ടിയുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും? അപ്പൊ അതൊന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. കുട്ടി ഭയങ്കര ആഗ്രഹിച്ച് വിചാരിച്ച് വരികയാണ്, അമ്മ ഈ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വരുമ്പോ കുട്ടി ഒന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുകയാണ് അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് അമ്മ ഉണ്ടാക്കില്ല, അല്ലെങ്കിൽ അമ്മ മറന്നുപോയി എന്നുള്ള ഒരു പ്രതികരണം കൊടുത്താൽ കുട്ടി എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുക? അതാണ് പറയുന്നത്, ഏതൊരു ജീവിയുടെയും പെരുമാറ്റവും മാനസിക പ്രവർത്തനങ്ങളും എല്ലാം ചില ചോദകങ്ങളോടുള്ള പ്രതികരണങ്ങളാണ്. അപ്പൊ ആ ഉണ്ടാക്കിയില്ല എന്ന് പറയുമ്പോൾ കുട്ടി എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം. ചിലപ്പോൾ നല്ല ബഹളം വയ്ക്കുന്ന കുട്ടികളുണ്ടാവും, ചിലപ്പോൾ ആ കുഴപ്പമില്ല അമ്മ എന്ന് പറയുന്ന കുട്ടികളുണ്ടാവും. എന്തായാലും അതിൽ നിന്ന് നമുക്കൊരു പ്രതികരണം ഉണ്ടാവും, ഇല്ലേ? ഉണ്ടാവും. അപ്പൊ ഇത് പെട്ടെന്ന് പറയുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? എല്ലാം എന്തെങ്കിലും രീതിയിലുള്ള ചോദകങ്ങൾക്കുള്ള പ്രതികരണങ്ങൾ തന്നെയല്ലേ നമ്മൾ കാണിക്കുന്ന വ്യവഹാരങ്ങളെല്ലാം? ആണോ അല്ലയോ? നമ്മൾ എന്നെ ചിന്തിച്ചു നോക്കൂ. നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും. അപ്പൊ ഈ പറയുന്നത് എന്താണ്? ഏതൊരു ജീവിയുടെയും പെരുമാറ്റവും മാനസിക പ്രവർത്തനങ്ങളും ചില ചോദകങ്ങളോടുള്ള പ്രതികരണങ്ങളാണ് എന്ന് വാദിക്കുന്ന പഠന സമീപനമാണ് എന്താണ്? വ്യവഹാരവാദം. അതുപോലെ തന്നെ എല്ലാം എന്നത് വ്യവഹാരവാദം വിശ്വസിക്കുന്നത് എന്താണ്? ചോദകങ്ങൾക്കനുസരിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റും? അനുബന്ധനം ചെയ്ത് നമുക്ക് ആ രീതിയിൽ മാറ്റിയെടുക്കാനും നമുക്ക് സാധിക്കുന്നു പറയുന്നുണ്ട്. അതായത് പഠനം എന്നത് ചോദക പ്രതികരണങ്ങൾ തമ്മിലുള്ള അനുബന്ധനമാണെന്ന് വാദിക്കുന്ന സിദ്ധാന്തം കൂടിയാണ് വ്യവഹാരവാദം. അപ്പൊ വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട മറ്റ് വക്താക്കൾ അല്ലെങ്കിൽ മറ്റ് ഈ ചിന്താധാരയുമായി വിശ്വസിക്കുന്ന മറ്റ് മനഃശാസ്ത്രജ്ഞരാണ് പാവ്ലോ, തോണ്ടായിക്, സ്കിന്നർ, ഹള്ള്. പാവ്ലോ, തോണ്ടായിക്, സ്കിന്നർ, ഹള്ള്. അപ്പൊ ഇതിന് ഞാൻ പറഞ്ഞ കോഡ് എന്താണ്? കോഡ് നോർത്ത് നോക്കി. എന്താണ്? പാവയുടെ തൊണ്ടയിലെ സ്കിന്നില് ഹള്ളു കൊണ്ടു അല്ലെങ്കിൽ മുള്ളു കൊണ്ടു. പാവയുടെ തൊണ്ടയിലെ സ്കിന്നില് മുള്ളു കൊണ്ടു. അപ്പൊ ആരൊക്കെയാണ്? പാവ്ലോ, തോണ്ടായിക്, സ്കിന്നർ, ഹള്ള്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു വക്താക്കൾ. പ്രധാന ആളെന്ന് പറയുന്നത്, അതായത് ഇതിന്റെ ഉപജ്ഞാതാവെന്ന് എപ്പോഴും പറയുന്നത് നമ്മുടെ ജെ.ബി. വാട്സൺ ആണ്. മറക്കരുത്, ജെ.ബി. വാട്സൺ ആണ്. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. അതായത് സങ്കീർണ വ്യവഹാരങ്ങളെല്ലാം തന്നെ ചോദക പ്രതികരണ ബന്ധത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രസ്താവിക്കുന്നു. സങ്കീർണമായിട്ടുള്ള എല്ലാ വ്യവഹാരങ്ങളും തന്നെ എന്താണ്? ചോദക പ്രതികരണ ബന്ധത്തിൽ അധിഷ്ഠിതമാണ്. അത് ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾസ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. നിങ്ങൾ ഇനി ക്ലാസ്സിൽ പോകുമ്പോൾ കുട്ടിയോട് ഇപ്പം വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കുട്ടിയോട് തലേ ദിവസം ഹോംവർക്ക് ചെയ്തിട്ട് വരാനായിട്ട് പറയുന്നുണ്ട്. പക്ഷേ കുട്ടി എഴുതിയിട്ട് വരുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതും സ്ഥിരമായി ഒന്നും എഴുതാതെ വരുന്നൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കഴിഞ്ഞ ദിവസം വാണിംഗും കൂടി കൊടുത്തു വിട്ടു, നാളെ വരുമ്പോൾ നീ നിർബന്ധമായിട്ടും ഇത് എഴുതിക്കൊണ്ട് ഹോംവർക്ക് ചെയ്തിട്ട് വരണമെന്ന് ഇത്രയും വാണിംഗ് കൊടുത്തിട്ട് വരുമ്പോൾ കുട്ടി എഴുതിയില്ല. അപ്പൊ നമ്മുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും? അതേസമയം ഇതേ പോലത്തൊരു കുട്ടി, അതായത് സ്ഥിരം ചെയ്യാതെ വരുന്ന ഒരു കുട്ടി, അന്ന് ഇത് കണക്ക് വാണിംഗ് കൊടുത്തൊരു കുട്ടി എഴുതിക്കൊണ്ടും വന്നു. അപ്പൊ നമ്മുടെ ഈ രണ്ട് പേരോടുമുള്ള നമ്മുടെ വ്യവഹാരം എങ്ങനെയായിരിക്കും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. ഇവർ രണ്ടുപേരും നമുക്ക് രണ്ട് ടൈപ്പ് ചോദകങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്, അല്ലേ? ആണോ അല്ലയോ? ആണ്. അപ്പൊ ഇത് രണ്ടിനും നമ്മൾ കൊടുക്കുന്ന റെസ്പോൺസ് രണ്ട് രീതിയിലാണ്. അതാണ് പറയുന്നത്. നമുക്കിതാ ഇവിടെ പറയുന്നത് എന്താണ്? പെരുമാറ്റം എല്ലാം എന്താണ്? മാനസിക പ്രവർത്തനങ്ങളും ചില ചോദകങ്ങളോടുള്ള പ്രതികരണങ്ങളാണ്. അതായത് ഓരോ ചോദകത്തിനും ഓരോ രീതിയിൽ
പ്രതികരണമായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിനെ കണ്ടീഷൻ ചെയ്തെടുക്കാമെന്നും മനസ്സിലായി. കുട്ടിക്ക് ബെല്ലടിക്കുമ്പോൾ തന്നെ കുട്ടി എന്ത് ചെയ്യുന്നു അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, കുട്ടി അതിനനുസരിച്ച് ചെയ്യുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരുമോ? ഇല്ല. കാര്യം അതിന് ബെല്ലടിക്കുമ്പോൾ തന്നെ കാര്യം അറിയാം. അപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ അടുത്ത സ്ലൈഡിലോട്ട് പോവുകയാണ്. അപ്പൊ അടുത്തത് എന്താണ്? സമഗ്രതാവാദം. സമഗ്രതാവാദവും വ്യവഹാരവാദവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി പഠിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ വാട്സൺ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ഇല്ല, അതുപോലെ തന്നെയാണ് സമഗ്രതാവാദം ഇല്ലാത്ത ക്വസ്റ്റ്യൻ ഇല്ല എന്ന് പറയേണ്ടി വരും. അത് കണക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയാൻ പോകുന്നതും പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്, കറക്റ്റായിട്ട് പഠിക്കുകയും വേണം. അപ്പൊ നോക്കിക്കോ, സമഗ്രതാവാദം അഥവാ ഗെസ്റ്റാൾട്ടിസം, ഇതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ആരാണ്? മാക്സ് വെർത്തിമർ. ഞാൻ നേരത്തെ ഒരു വസ്തുവിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഓർക്കുന്നു. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി, നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് വസ്തു മേടിക്കുന്ന ആളാണ് എപ്പോഴും വസ്തുവിന്റെ ഓണർ. അതാണ് സമഗ്രതാവാദത്തിന്റെ ഓർഡറാണ് മാക്സ് വെർത്തിമർ. അതിന് നമുക്ക് വീട്ടിലുള്ള മറ്റുള്ളവർക്ക് വേണ്ട കൃഷി ചെയ്യുക എല്ലാം എടുക്കാം, പക്ഷെ ഓണർ എപ്പോഴും ആരായിരിക്കും? വാങ്ങിച്ച ആൾ തന്നെ ആയിരിക്കില്ലേ? അത് നിങ്ങൾക്കിത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നതാണ്. നിങ്ങൾ മാറിയൊന്നും പോകത്തില്ല, നിങ്ങളുടെ എല്ലാവരും ടീച്ചേഴ്സാണ്, അതുകൊണ്ട് മാറിയൊന്നും പോകത്തില്ല. അപ്പം ഇതിന് അതായത് വീട്ടിലുള്ള മറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? കോക്ലറും കൊഫ്കയും ലെവിനുമാണ്. ആരാണ്? കോക്ലർ, കൊഫ്ക, ലെവിൻ. ഈ ഒരു ഓർഡറിന് ഞങ്ങൾ പഠിക്കുക. പക്ഷെ ഇത് ഇവിടെ പേര് രണ്ടുപേരുടെ മുമ്പിൽ ഒരു പേര് കൂടിയുണ്ട്. കോക്ലർ, കർട്ട് ലെവിനും കർട്ട് കോഫ്കയുമാണ്. കോക്ലറും കർട്ട് ലെവിനും കർട്ട് കോഫ്കയുമാണ് എന്താണ്? സമഗ്രതാവാദത്തിന്റെ മറ്റ് വക്താക്കൾ. ഉപജ്ഞാതാവ് എന്ന് പറയുമ്പോൾ ആര് തന്നെയാണ്? മാക്സ് വെർത്തിമർ തന്നെയാണ്. മറക്കരുത്, മാക്സ് വെർത്തിമർ ആണ് സമഗ്രതാവാദത്തിന്റെ ഉപജ്ഞാതാവ്. അതിന്റെ മറ്റ് വക്താക്കൾ ആരെങ്കിലും ചോദിച്ചാൽ കോക്ലറും കോഫ്കയും ലെവിനുമാണ്. കോക്ലർ, കൊഫ്ക, ലെവിൻ. കോക്ലർ, കർട്ട് ലെവിനും കർട്ട് കൊഫ്കയുമാണ്. രണ്ടുപേരുടെ പേരിന് മുന്നിൽ കർട്ടുണ്ട്, അത് അവരുടെ പേരുകൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കർട്ട് കൊഫ്ക, കർട്ട് ലെവിനും കോക്ലറുമാണ്, മറക്കരുത്. അപ്പൊ എന്തുവാണ് സമഗ്രതാവാദം? അതിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ സമഗ്രതാവാദം അഥവാ ഗസ്റ്റാൾട്ടിസം, ആ പേര് മറക്കരുത്. കാര്യം അതും ചോദിക്കും, ഗസ്റ്റാൾട്ടിസം എന്ന് ചോദിക്കും. അപ്പൊ എന്തുവാണ് സമഗ്രതാവാദം അഥവാ ഗസ്റ്റാൾട്ടിസം? അതിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? മാക്സ് വെർത്തിമർ ആണ്. ഇതിന്റെ മറ്റ് വക്താക്കൾ ആരെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? കോക്ലർ ഉണ്ട്, കൊഫ്ക ഉണ്ട്, ലെവിനുണ്ട്. കോക്ലർ, കൊഫ്ക, ലെവിൻ. കോക്ലർ, കൊഫ്ക, ലെവിൻ. അപ്പൊ എന്തുവാണ്? അപ്പൊ നോക്കിക്കോ. അപ്പൊ ഈ ഗസ്റ്റാൾട്ട് എന്ന് പറയുമ്പോൾ അതിന് മുന്നേ ഞാൻ ചോദിക്കാം, സൈക്കോളജി അല്ലേ? ഗസ്റ്റാൾട്ട് ഒരു പുതിയ വേർഡാണ്, നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒന്നും കേട്ടിട്ടില്ലാത്തൊരു വേർഡ് അല്ലെ? അതൊരു ഇംഗ്ലീഷ് പദമാണോ? അല്ല, അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സൈക്കോളജി. സൈക്കോളജി എന്ന് പറയുന്നത് രണ്ട് വേർഡുകൾ ചേർന്നുണ്ടായതാണ്. ആ രണ്ട് വേർഡുകൾ ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ വന്ന് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉത്തരം പറഞ്ഞു കാണുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ഗ്രീക്ക് പദത്തിൽ നിന്നും എടുത്തിട്ടുള്ള വേർഡുകളാണ് സൈക്കും ലോഗോസും. ആ രണ്ട് വേർഡുകൾ ചേർന്നാണ് സൈക്കോളജി ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇത് ഏത് ഭാഷയിലെ വേർഡ് ആയിരിക്കും? നിങ്ങളൊന്ന് ഗസ് ചെയ്തോക്കെ. പല ആൻസേഴ്സും നിങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറയാം. ഗസ്റ്റാൾട്ടിസം എന്ന പദം ഉണ്ടായിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നുമാണ്. ഗസ്റ്റാൾട്ടിസം എന്ന വേർഡ് ജർമ്മൻ വേർഡാണ്. അപ്പൊ അതിന് എന്തായാലും ഒരു മീനിങ് ഉണ്ടാവും അല്ലെ? എന്താണ് അതിന്റെ മീനിങ്? രൂപം അഥവാ ഷേപ്പ്. രൂപം അഥവാ ഷേപ്പ് എന്നാണ് എന്തിന്റെ മീനിങ്? ഗസ്റ്റാൾട്ടിസത്തിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? രൂപം അല്ലെങ്കിൽ ഷേപ്പ് എന്നാണ്. രൂപം അല്ലെങ്കിൽ ഷേപ്പ് എന്നാണ് ഗസ്റ്റാൾട്ടിസത്തിന്റെ മീനിങ്. അപ്പൊ നോക്കിക്കോളൂ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ശാസ്ത്രജ്ഞരൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഗസ്റ്റാൾട്ടിസത്തിന്റെ അർത്ഥം എന്താണ്? രൂപം അല്ലെങ്കിൽ ഷേപ്പ്. അതൊരു ജർമ്മൻ വേർഡ് ആണ്. അപ്പൊ ഗസ്റ്റാൾട്ട് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണ്? രൂപം അല്ലെങ്കിൽ ഷേപ്പ്. അതൊരു ജർമ്മൻ വേർഡ് ആണ്. അതുപോലെ എന്താണ് ഇവര് വിശ്വസിക്കുന്നത്? എന്താണ്? ഭാഗങ്ങളുടെ തുകയേക്കാൾ മെച്ചപ്പെട്ടത് എന്താണ്? സമഗ്രതയാണ്. ഭാഗങ്ങളുടെ ആകെത്തുകയേക്കാൾ മെച്ചപ്പെട്ടത് എന്താണ്? സമഗ്രതയാണ്. ഹോൾ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ പാർട്ട്. ഹോൾ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ പാർട്ട് എന്നാണ് അവര് വിശ്വസിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നോക്കിക്കോളൂ, ഞാൻ പറഞ്ഞുതരാം. സമഗ്രതയിൽ നിന്നും ഉളവാകുന്ന ഉൾക്കാഴ്ചയാണ് പഠനത്തിന് നിദാനം എന്ന് കരുതുന്ന സിദ്ധാന്തമാണ് ഗസ്റ്റാൾട്ട് സിദ്ധാന്തം. നിദാനം എന്ന് വെച്ചാൽ അടിസ്ഥാനം എന്നാണ്. അപ്പൊ അത് അങ്ങനെയൊക്കെ വിചാരിച്ചാലും മതി. എന്താണ്? സമഗ്രതയിൽ നിന്ന് ഉളവാക്കി വരുന്ന ഉൾക്കാഴ്ചയാണ്. ഉൾക്കാഴ്ച എന്ന് വെച്ചാൽ ഇൻസൈറ്റ് ആണ്. അപ്പൊ എന്തുമാണ്? പഠനത്തിന് നിദാനം എന്ന് കരുതുന്ന സിദ്ധാന്തമാണ് ഗസ്റ്റാൾട്ട് സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കോളൂ, എന്താണ്? ഒന്നുകൂടി ഇതുവരെ പറയാം. നോക്കിക്കോളൂ. അപ്പൊ എന്താണ് സമഗ്രതാവാദം? സമഗ്രതാവാദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കിട്ടിയോ പേര്?
മാക്സ് വെർത്തീമർ. സമഗ്രതാവാദം മാക്സ് വെർത്തീമർ. എനിക്ക് നിങ്ങൾ പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ സമഗ്രതാവാദം ആരാണ്? മാക്സ് വെർത്തീമർ. അപ്പൊ ഞാൻ പെട്ടെന്നൊന്ന് ചോദിക്കട്ടെ, ഘടനാവാദം ആരാണ്? അപ്പൊ മറന്നു പോയിട്ടുണ്ടാവൂ. ഘടനാവാദം കഴിഞ്ഞ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. ഘടനാവാദം ആരാണ്? വില്യം വൂഡ്. ഘടനാവാദം അല്ലെങ്കിൽ സ്ട്രക്ചറലിസം വില്യം വൂഡ്. അപ്പൊ അടുത്ത വാദം ഉണ്ടല്ലേ, ധർമ്മവാദം. ധർമ്മവാദം ആരാണ്? ധർമ്മവാദം അല്ലെങ്കിൽ എന്താണ്? ഫങ്ഷണലിസം. ധർമ്മവാദത്തിന്റെ ആളാരാണ്? വില്യം ജെയിംസ്. വില്യം ജെയിംസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ജോൺ ഡൂയിയും ഹാർവിക്കാറും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എന്തുവാണ്? ഘടനാവാദം കഴിഞ്ഞു അല്ലെ, ധർമ്മവാദം കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞ് പഠിച്ചത് വ്യവഹാരവാദം. വ്യവഹാരവാദം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. അതിന്റെ ഉപജ്ഞാതാവാരാണ്? JB വാട്സൺ ആണ് അതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ മറ്റു 3-4 പേരുകൾ പഠിച്ച് അതൊരു ബോർഡ് പറഞ്ഞു തന്നില്ലേ? അപ്പൊ അതുകൊണ്ട് അത് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സമഗ്രതാവാദത്തിലോട്ട് വീണ്ടും വരാം. അപ്പൊ സമഗ്രതാവാദം അല്ലെങ്കിൽ സമഗ്രതാവാദി എന്നൊക്കെ നമുക്ക് പറയാം. അദ്ദേഹം ആരാണ്? മാക്സ് വെർത്തീമർ ആണ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെ വേറെ കുറച്ച് പേര് അംഗങ്ങളുണ്ട് അല്ലേ. അത് ആരൊക്കെയാണ് മറ്റ് വക്താക്കൾ? കർട്ട് കോഫ്കയും കർട്ട് ലെവിനും കോഹ്ലറും. അപ്പൊ കോഹ്ലർ, കോഫ്ക, ലെവിൻ. കോഹ്ലർ, കോഫ്ക, ലെവിൻ. ഇവര് 3 പേരുമാണ് ഇതിന്റെ മറ്റ് വക്താക്കൾ. അപ്പൊ നോക്കിക്കോ, എന്താണ് പറയുന്നത്? ഗെസ്റ്റാൾട്ട് എന്ന് പറയുന്ന വേർഡ് ജർമ്മൻ ആണ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് രൂപമാണ് അല്ലെങ്കിൽ ഷേപ്പ് ആണ്. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? ഭാഗങ്ങളുടെ ആകെത്തുകയേക്കാൾ മെച്ചപ്പെട്ടത് അതിന്റെ സമഗ്രതയാണെന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് വിചാരിക്കുന്നത്. എന്താണ് ഞാൻ പറയാം. എന്താണ്, നമ്മളിപ്പോ ഒരു പൂ എടുക്കുവാന്ന് വിചാരിക്കുക. ഒരു ചെമ്പരത്തിപ്പൂ. ഞാനിപ്പോ ഒരു ചെമ്പരത്തിപ്പൂ കാണിക്കാമെന്ന് വിചാരിക്കുക. ആ ചെമ്പരത്തിപ്പൂ കാണിക്കുമ്പോൾ നിങ്ങൾ അതിൽ എന്താണ് ആയിരിക്കും കാണുന്നത്? ആ പൂ ഫുള്ളായിട്ടല്ലേ കാണുന്നത്? അല്ലെങ്കിൽ അതിന്റെ ഇതളുകളായിട്ടാണോ, അല്ലെങ്കിൽ അതിന്റെ പൂമ്പൊടി അങ്ങനെയാണോ കാണുന്നത്, അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള ക്യാപ്പാണോ കാണുന്നത്? അങ്ങനെ എന്താണ് കാണുന്നത്? നമ്മൾ പൂ കാണിക്കുമ്പോൾ പൂ തന്നെയാണല്ലേ കാണിക്കുന്നത്? ഫുള്ളായിട്ടല്ലേ പൂ കാണുന്നത്? ഇപ്പൊ ഞാൻ ഈ കൈ കാണിച്ചത് ഇത്രയേ ഉള്ളൂ, ഇവിടെ വരെ എടുക്കുക. ഈ കയ്യിൽ നിങ്ങൾ കാണുന്നത് എന്താണ്? ഇത്രയും തന്നെയുള്ള കൈയാണ്. അത് ഫിംഗേഴ്സ് ഓരോ 2-3 ഫിംഗേഴ്സ്, ഈ ഫിംഗർ ഇങ്ങോട്ടാണ്, കൈയുടെ ഇടവാച്ചോണ്ട് അങ്ങനെയൊന്നും ആയിരിക്കില്ലല്ലോ. നിങ്ങൾ കാണുമ്പോൾ ഈ കാണുന്നത് ഈ ഒരു കൈ തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഇത്രയും ഒരു പോർഷൻ തന്നെയല്ലേ കാണുന്നത്? സമഗ്രമായിട്ടല്ലേ കാണുന്നത്? അല്ലാതെ ഓരോന്നോരോന്നായിട്ടല്ലോ കാണുന്നത്. അതായത് ഭാഗങ്ങളായിട്ടല്ലോ കാണുന്നത്. ഒരുമിച്ചിട്ടല്ലേ നിങ്ങൾ കാണുന്നത് അല്ലേ? എന്നാ അങ്ങനെയാണ്. അതായത് ഒരുമിച്ചിട്ടാണ് എടുക്കാനുള്ളത്. അതായത് പറയുന്നത് എന്താണ്? ഭാഗങ്ങളുടെ ആകെത്തുകയേക്കാൾ മെച്ചപ്പെട്ടത് അതിന്റെ സമഗ്രതയാണ്. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. അതായത് നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു മരം കാണുവാണ്. ആ മരം കണ്ടാൽ നമ്മൾ മരത്തിന്റെ എന്താണ് ബ്രാഞ്ചസ് ആണോ കാണുന്നത്? അത് ലീഫ് ആണോ കാണുന്നത്? അതെ അതിൽ പഴുത്ത് നിൽക്കുന്ന ഇലകളാണോ കാണുന്നത്? എന്താണ് കാണുന്നത്? നമ്മൾ കാണുമ്പോൾ ആ മരം ഫുള്ളായിട്ട് നിൽക്കുന്നു, അങ്ങനെയല്ലേ കാണുന്നത്? അങ്ങനെയാണ് നമ്മൾ കാണാറുള്ളതല്ലേ. അപ്പൊ അത് അങ്ങനെയാണ് നമ്മൾ കാണുന്നു എന്ന് പറയുന്നതാണ് സമഗ്രതാവാദം. അതായത് പാർട്ടിനല്ല, മൊത്തത്തിലാണ് നമുക്ക് മൂല്യം എന്ന് മനസ്സിലാക്കുക. അതായത് പാർട്ടായിട്ടല്ല എടുക്കുന്നത്, മൊത്തത്തിൽ എടുക്കുമ്പോൾ മാത്രമേ അതിനൊരു മീനിങ് ഉള്ളൂ. ശരിക്കും നമ്മൾ മരം കാണുമ്പോൾ അല്ലെങ്കിൽ ഈ കൈ കാണുമ്പോൾ ഒരു വിരലായിട്ട് കാണുമ്പോഴോ ആണോ അതിന് പൂർണ്ണത കിട്ടുന്നത്? ഫുള്ളായിട്ട് എടുക്കുമ്പോഴല്ലേ നമുക്ക് പൂർണ്ണത കിട്ടും. അല്ലെങ്കിൽ ആ മരം കാണുമ്പോൾ മരമായിട്ട് എടുക്കുമ്പോഴല്ലേ നമുക്ക് പൂർണ്ണത കിട്ടുന്നുള്ളൂ. അല്ലാതെ ബ്രാഞ്ചസ് ആയിട്ട് എടുത്താൽ പൂർണ്ണതയുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ അതിന്റെ ലീഫായിട്ട് എടുത്താൽ പൂർണ്ണതയുണ്ടോ? ഇല്ല. അതിൽ കുറച്ച് പഴുത്ത ലീഫുകളുണ്ട്, അതായിട്ട് എടുത്താൽ പൂർണ്ണതയുണ്ടോ? ഇല്ല. അപ്പൊ ഇവര് പറയുന്നത് എന്താണ്? ഭാഗങ്ങളുടെ ആകെത്തുകയേക്കാൾ മെച്ചപ്പെട്ടത് അതിന്റെ സമഗ്രതയാണ് എന്ന് പറയുന്നുണ്ട്. അതാണ് എന്താണ് സമഗ്രതാവാദം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് സമഗ്രതയിൽ നിന്നുളവാകുന്ന ഉൾക്കാഴ്ചയാണ് പഠനത്തിന് നിദാനം എന്ന് പറയുന്നു. അപ്പൊ അടിസ്ഥാനം. അപ്പൊ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആ ഒരു വേറൊരു എക്സാമ്പിൾ കൂടി പറയാം. അതായത് നമ്മളിപ്പം മനുഷ്യ ശരീരം എടുക്കുക. മനുഷ്യ ശരീരം എടുക്കുമ്പോൾ നമ്മൾ എന്ത് കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്, കാലുണ്ട്, വായുണ്ട്, ഇങ്ങനെ എല്ലാ ഓർഗൻസും നമുക്കുണ്ട്. നമ്മൾ കാണുമ്പോൾ ഒരാളെ കാണുമ്പോൾ, നിങ്ങളിപ്പോൾ എന്നെ കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്റെ രൂപമല്ലേ കാണുന്നത്, അല്ലെങ്കിൽ എന്റെ കണ്ണ്, മൂക്ക്, വായു അങ്ങനെയാണോ കാണുന്നത്? അല്ലല്ലോ. നിങ്ങൾ കാണുമ്പോൾ നമ്മൾ ഫേസ് അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരാളിനെ അങ്ങനെ ഒരു രൂപം ഫുൾ രൂപമല്ലേ നമ്മൾ കാണുന്നത്. ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ പോയി കുട്ടികൾ, അതായത് നാളെ മുതൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ വെളിയിലെ മരം കാണുമ്പോൾ ചിന്തിക്കുക, ഇത് സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ക്ലാസ്സിൽ കുട്ടികൾ എന്നിട്ട് ഞാൻ കാണുന്നത് ഇവര് ഫുള്ളായിട്ടാണ് കാണുന്നത്, അല്ല കൈ, കാല്, വായു, മൂക്ക് എന്ന് പറയുന്ന രീതിയിലല്ല ഞാൻ കാണുന്നത്. ഒരു പൂവ് കാണുമ്പോൾ ചിന്തിക്കുക. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും നമ്മൾ കണക്ട് ചെയ്യുക. വീട്ടിൽ ഇപ്പൊ ചെല്ലുമ്പോൾ, ഇപ്പൊ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു സംഭവം കാണുമ്പോൾ ഓറഞ്ച് കാണുന്നു, ഓറഞ്ചിനെ പൊളിച്ചു വെച്ചേക്കുകയാണ്. അല്ലെങ്കിൽ ഓറഞ്ചിന് നമ്മൾ എടുക്കുമ്പോൾ അല്ലികളുണ്ടല്ലോ, അത് ഇങ്ങനെ ഇരിക്കുമ്പോൾ മൊത്തത്തിലാണ് കാണുന്നത്. ഇതളകളൊക്കെ നമ്മൾ അങ്ങനെയല്ലല്ലോ കാണുന്നത്. അതായത് ആ ഓറഞ്ച് പൊളിച്ചു വെക്കുമ്പോൾ പൊളിച്ചു വെച്ച ഓറഞ്ച് ഫുള്ളായിട്ടല്ലേ നമ്മൾ കാണുന്നത്.
അപ്പൊ ഇങ്ങനെ ഓരോ കാണുന്ന സാധനങ്ങളിലും നമ്മൾ ഈ ഒരു എന്തിലും, അതായത് ഇപ്പൊ വ്യവഹാരവാദമായാലും സമഗ്രതാവാദമായാലും നമുക്ക് എന്തിലും നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന കുറെ കാര്യങ്ങളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങൾ ചുറ്റിനുമുള്ള സാധനങ്ങളും അല്ലെങ്കിൽ ഓബ്ജക്ട്സ് ആയാലും തിങ്സ് അങ്ങനെയുള്ള എന്തും ജീവനുള്ളതായാലും ജീവനില്ലാത്തതായാലും എന്തായാലും നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ടും കിട്ടും. അപ്പൊ നോക്കിക്കോ. അപ്പൊ അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഇതിന്റെ വക്താക്കളും അതിന്റെ ഉപജ്ഞാതാവിനെ ഒന്നുകൂടി പറയാം. സമഗ്രതാവാദം എന്ന് പറയുന്നു. സമഗ്രതാവാദത്തിന്റെ മറ്റൊരു പേര് ഗസ്റ്റാൾട്ടിസം. അതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ആരാണ്? മാക്സ് വെർത്തീമർ ആണ്. അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ മറ്റ് വക്താക്കൾ എന്ന് പറയുന്ന ആൾക്കാർ കോക്ലറും കോഫ്കയും കർട്ട് ലെവിനുമാണ്. കോക്ലറും കോഫ്കയും കർട്ട് ലെവിനുമാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അടുത്ത വാദത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണ്. ഒരു പ്രതിഭാസത്തിന്റെ സമഗ്രമായ അനുഭവമാണ് പ്രത്യക്ഷണത്തിന്റെ അടിസ്ഥാനമെന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തം. അപ്പോൾ ഒരു പ്രതിഭാസത്തിന്റെ സമഗ്രമായ അനുഭവമാണ് പ്രത്യക്ഷത്തിന്റെ അടിസ്ഥാനമെന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണ് സമഗ്രതാവാദം. അതായത് നമ്മളിപ്പം ഇത് മനസ്സിലായി, അതായത് ഈ പറഞ്ഞ എക്സാമ്പിൾസിൽ നിന്ന് നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുന്നത് നമുക്ക് തോന്നുന്നു. അതായത് ഒരു സംഭവം, അതായത് ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന്റെ പൂർണ്ണമായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടിയാൽ മാത്രമേ നമുക്കത് ആ ഒരു ഫുള്ളായിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. അതായത് നമ്മൾ പാതി വഴിയിൽ ഇട്ടിട്ട് പോയാലും നമുക്കത് കിട്ടുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എന്ത് കാര്യം തന്നെയായാലും അതിന്റെ പൂർണ്ണത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്കത് ആ ഒരു പൂർണ്ണമായിട്ടുള്ള രീതിയിലുള്ള അനുഭവം നമുക്ക് കിട്ടത്തുള്ളൂ എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിന്റെ വിദ്യാഭ്യാസ പ്രസക്തിയാണ്. അപ്പൊ നോക്കിക്കോളൂ. എന്തും അർത്ഥപൂർണമായി പഠിപ്പിക്കുക. നമ്മൾ ക്ലാസ്സിൽ എല്ലാ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ്? എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി പറഞ്ഞവർക്ക് കൊടുക്കുന്നു. പക്ഷെ നമുക്കറിയില്ല അത് ഏത് വിദ്യാഭ്യാസ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അപ്പൊ അത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. എന്തും അതുപോലെ തന്നെ എന്താണ്? അടുത്ത നോക്കിയേ. ആശയഗ്രഹണത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ് ഗസ്റ്റാൾട്ട് ഘടകങ്ങളും അതിൽ നിന്ന് ഉയർന്നു വരുന്ന രൂപവും. എന്താണ്? ആശയഗ്രഹണത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ് ഗസ്റ്റാൾട്ട് ഘടകങ്ങളും അതിൽ നിന്ന് ഉയർന്നു വരുന്ന രൂപവും. എന്ന് വെച്ചാൽ എന്താണ്? ഫിഗർ ഗ്രൗണ്ട് എന്ന് നമുക്കിതിനെ പറയാൻ പറ്റും. എന്താണ് ഫിഗർ ഗ്രൗണ്ട്? അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കൂ. അതായത് ഒരു കാടിനകത്ത് നിൽക്കുന്ന ഒരു റോയൽ ബംഗാൾ ടൈഗർ, അതായത് ടൈഗർ എന്ന് വിചാരിക്കുക. നല്ല ആജാനുബാഹുവായിട്ടുള്ള ഒരു ടൈഗർ ആണെന്ന് വിചാരിക്കുക. ഒരു പടം കാണുവാണ്, ഇങ്ങനെ ഒരു സീൻ നമ്മൾ കാണുവാണ്. അപ്പൊ നമ്മൾ അതിൽ ആദ്യം നമ്മുടെ കണ്ണ് പോകുന്നത് ഏതിനകത്തായിരിക്കും? ആ കാടെന്ന് പറയുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും അങ്ങനെ നിൽക്കുന്ന എന്താണ് തലയെടുപ്പോടുകൂടി നിൽക്കുന്ന നമ്മുടെ ബംഗാൾ ടൈഗറിലായിരിക്കും. തീർച്ചയായിട്ടും ആ ബംഗാൾ ടൈഗറിലായിരിക്കും. അതാണ് ഇതിൽ പറയുന്നത്. എന്താണ്? ആശയഗ്രഹണത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ് ഗസ്റ്റാൾട്ട് ഘടകങ്ങളും അതിൽ നിന്ന് ഉയർന്നു വരുന്ന രൂപവും. അപ്പൊ എന്താണ്? ആ രൂപത്തിനാണ് ഇമ്പോർട്ടൻസ്. മനസ്സിലായോ? ആ ചുറ്റും കാണുന്ന ആ പശ്ചാത്തലത്തിൽ നിന്നും ഉണ്ടായി വരുന്ന ആ ഒരു രൂപം എന്ന് പറയുന്നതാണ് നമ്മുടെ മനസ്സിൽ ആദ്യം കയറി കൂടുന്നത്. അപ്പോ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫിഗർ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഫിഗർ ഔട്ട് ഉണ്ട്. ഫിഗർ ഔട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ബുക്കിൽ വരയ്ക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ കുട്ടികളോട് പറയുന്നു സ്കെച്ച് പെൻ ഉപയോഗിച്ച് വരയ്ക്കൂ, മാർക്കർ ഉപയോഗിച്ച് വരയ്ക്കൂ, ചാർട്ട് തയ്യാറാക്കി അതിനകത്ത് റെഡിയാക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എന്തിനാ കുട്ടികളെ കൊണ്ട് ചെയ്യുന്നത്? എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു? ഇതിങ്ങനെ വരയ്ക്കുന്ന ആ വരകളിലൂടെ അല്ലെങ്കിൽ ആ കളറിലൂടെ കാര്യങ്ങൾ കുറച്ചും കൂടി കൂടുതലായിട്ട് അവർക്ക് എന്താണ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതായത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന കാര്യത്തിനെയാണ് ഫിഗർ ഔട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഫിഗർ ഗ്രൗണ്ടും ഉണ്ട്, ഫിഗർ ഔട്ടും ഉണ്ട്. ഇത് രണ്ടും നമ്മൾ ക്ലാസ്സുകളിൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്ന് വെച്ചാൽ സമഗ്രതാവാദം അല്ലെങ്കിൽ ഗസ്റ്റാൾട്ടിസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അതുപോലെ തന്നെ അപഗ്രഥനം, പ്രശ്ന നിർദ്ധാരണം തുടങ്ങിയ ഉയർന്ന ചിന്താക്രിയകൾ പ്രയോജനപ്പെടുത്തണം. അതുകൊണ്ട് ഇതും നമ്മൾ ചെയ്യുന്നുണ്ട് ക്ലാസ്സുകളിൽ. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഇന്റഗ്രേഷൻ എന്ന് പറയും. അപ്പോൾ എന്താണ് ഇന്റഗ്രേഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ഒരു 5ാം ക്ലാസ്സിൽ വിചാരിക്കുക. 5ാം ക്ലാസ്സിൽ എനിക്കറിയില്ല 5ാം ക്ലാസ്സിൽ ഇങ്ങനെ ഒരു പാഠമുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ 5ാം ക്ലാസ്സിൽ മലയാളം ചാപ്റ്ററിനകത്ത് നമ്മൾ കേരളം എന്ന് പറയുന്ന ഒരു പാഠത്തെ കുറിച്ചിട്ട് കേരളം എന്നതിനെ പറ്റിയിട്ട് ഒരു കവിത പഠിക്കുകയെന്ന് വിചാരിക്കുക.
അപ്പം കവിത തീർച്ചയായിട്ടും മലയാളമാകുമ്പോൾ എന്തായിരിക്കും കേരളത്തിന്റെ സൗന്ദര്യം അല്ലെ, പ്രകൃതി സൗന്ദര്യവും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരിക്കും കുട്ടികൾക്ക് പറഞ്ഞ് നമ്മൾ കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യണം, അപ്പം ആ ടീച്ചർ എന്ത് ചെയ്യുന്നു, നന്നായിട്ട് കുട്ടി എന്ത് ചെയ്യുന്നു, കേരളത്തിന്റെ സൗന്ദര്യം പറഞ്ഞ് മനസ്സിലാക്കി കുട്ടി ഭയങ്കര സൂപ്പറാണ് എൻ്റെ കേരളം, അല്ലെങ്കിൽ ഗോഡ്സ് ഓൺ കൺട്രിയാണ് എൻ്റെ കേരളം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കുട്ടി ഇരിക്കുന്നു. പക്ഷേ എന്താണ് ടീച്ചർ പറഞ്ഞു കൊടുത്തതൊക്കെ ശരിയാണ്, പക്ഷേ സമഗ്രതാവാദം പറയുന്നത് എന്താണ്? ഇപ്പൊ നമ്മുടെ കേരളത്തെ പറ്റി കവിതയൊക്കെ എടുത്തു കഴിഞ്ഞു, നോട്ടൊക്കെ കൊടുക്കുന്നു, അതിന്റെ കൂടെ നമ്മൾ എന്തും കൂടി ചെയ്യണം. കവിത മാത്രം പറഞ്ഞു കൊടുത്താൽ മതി പോരാ എന്നാണ് സമഗ്രതാവാദം പറയുന്നത്. അതിന്റെ കൂടെ എന്തുകൂടി പറഞ്ഞു കൊടുക്കണം? അതായത് കേരളത്തിന് എന്താണ്, കേരളത്തിന്റെ തലസ്ഥാനം എവിടെയാണ്, അല്ലെങ്കിൽ കേരളത്തിൽ ഒരു ഹൈക്കോടതി ഉണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ 14 ജില്ലകളുണ്ട്, ഏറ്റവും വലിയ ഇന്ന ജില്ലയാണ്, ഇടുക്കിയാണെന്നോ ചെറുത് ആലപ്പുഴയാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടി, അതായത് കേരളത്തെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് കുട്ടിക്ക് കൊടുക്കുക. അപ്പോഴേ അതിനൊരു പൂർണ്ണത എത്തും. അല്ലാതെ കേരളത്തിന്റെ സൗന്ദര്യമാണ് പഠിക്കാനുള്ളതെന്ന് വെച്ചിട്ട് കേരളത്തിന്റെ സൗന്ദര്യം മാത്രം പറഞ്ഞു കൊടുക്കാണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുത്തുകൊണ്ട് അതിനൊരു പൂർണ്ണതയിൽ എത്തിക്കുക എന്നാണ് സമഗ്രതാവാദം പറയുന്നത്. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇത് സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയിപ്പോൾ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ ഇതൊക്കെ ഓർക്കുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് ഓർമ്മയിലേക്ക് കാണാതെ പഠിക്കേണ്ട ഒരു കാര്യം വരില്ല. എനിക്ക് തോന്നുന്നു ഇതില് പേരുകൾ മാത്രം കുറച്ചൊന്ന് ചിലപ്പോൾ പഠിക്കാൻ ടൈം എടുക്കുമായിരിക്കാം, എങ്കിലും അത് മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇതെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായാലും ഇല്ലെങ്കിലും സാറിനെ അറിയിക്കുക. അപ്പൊ നമുക്ക് അടുത്ത സൈഡിലേക്ക് പോകാം.